നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ CJP സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണല്ലോ ചെയ്യുന്നത്. പക്ഷേ രസകരമായിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടോ. ഞാൻ ചിരിച്ച് സത്യം പറയാൻ ഞാൻ ഒരു വഴിയായിരിക്കുകയാണ്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളങ്ങ് ചിരിക്കും. നമ്മൾ ഈ സംഘികളെ കുറിച്ചിട്ട് എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻ്റ് ഇടാറുണ്ട്. അപ്പം അതിൽ ചില ആൾക്കാർ വളരെ ഭീഷണി സ്വരത്തിലേക്കാണ് കമൻ്റ് ഇടുന്നത്. നിന്നെ തീഹാറി കൊണ്ടുപോകും, നിന്നെ പൂട്ടിക്കളയും, മറ്റതാണ് മറിച്ചാണെന്ന് ഇവർ പറയുന്നത് എന്താ അറിയോ? നമ്മൾ സംഘികളെ പറയുമ്പോഴത്തേക്ക് ഇവന്മാർ പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ മതത്തെ അവഹേളിച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ അപമാനിച്ചു എന്നൊക്കെയാണ് ഈ ചെറ്റകൾ വന്നിട്ട് പറയുന്നത്. സത്യത്തിൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ അട്ടിപ്പേർ അവകാശമൊന്നും ഒരു സംഘിക്കും ആരും എഴുതി തന്നിട്ടില്ല. അതുകൊണ്ട് സംഘികളെ പറയുമ്പോഴത്തേക്ക് ഇവന്മാർ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ഇതിൻ്റെ വില മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു സഹോദരിയുടെ വീഡിയോ ആണ്. ഷീജ എന്നാണ് ആ സഹോദരിയുടെ പേര്. അപ്പം ഷീജ എന്ന പേര് കണ്ടപ്പോഴത്തേക്ക് ചില സംഖ്യവാണങ്ങൾ വന്നിട്ട് ഈ സഹോദരിക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഷീജ ഏത് ജാതിയാണ് എന്ന് ചോദിച്ചു. അതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി ഈ സഹോദരി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് നല്ല രസമായിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മിഥുൻ എന്ന് പറയുന്ന ഒരുത്തൻ അവരുടെ താടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ സംഘിക്കുട്ടന്മാർ വിചാരിച്ചു ഇവൻ ഏതോ കട്ട് ചെയ്ത കാക്കാണെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അർമാദിച്ച് ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവൻ പ്രധാനമന്ത്രിയെ പറഞ്ഞത് കേട്ടില്ലേ, കൊല്ലുമെന്നാണ് പറയുന്നത്, അതും വെള്ളിയാഴ്ച ദിവസം കൊല്ലുമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഞാൻ ഭാരതീയനും കുറേ വേട്ടാവളിയന്മാരെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് പെരുമാറി നിമിഷങ്ങൾ കൊണ്ട് ഇവൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇങ്ങോട്ട് പുറത്തു വന്നു. ഇവൻ മലപ്പുറം സ്വദേശിയാണ്, ഇവൻ്റെ പേര് മിഥുൻ എന്നാണ് എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് സംഖ്യകൾ നേരെ പ്ലേറ്റ് മറിച്ചു. ഇവന് ഭ്രാന്താണ്, ഇവൻ 8-9 വർഷമായിട്ട് ചികിത്സയിലായിരുന്നൊക്കെ പറഞ്ഞ് ആണും പെണ്ണും കെട്ട സ്വഭാവം കാണിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർ വന്നിട്ട് അങ്ങോട്ട് കുരച്ചു. അത് തന്നെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഏതോ ഒരു സംഖ്യ വേട്ടാവളിയൻ ചോദിച്ചതിന് ആ സഹോദരി കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് കേട്ടതിന് ശേഷം നമ്മൾ ഉസ്താദ് കൊടുക്കുന്ന മറുപടി ഒന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. പിന്നെ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഷീജ ഏത് ജാതിയാണ് എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു മനുഷ്യജാതിയാണ്, എനിക്ക് ജാതി മതമൊന്നുമില്ല. അല്ല, ഷീജ എന്നുള്ളത് മുസ്ലിം പേര്, പിന്നെ ദൂരെയുള്ളവർക്ക് അറിയില്ലല്ലോ മുഹമ്മദ് എന്നൊരു സ്ഥലപ്പേരാണെന്ന്. അപ്പോൾ മുഹമ്മദ് എന്ന് കണ്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഷീജ ഒരു മുസ്ലിം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഷീജയുടെ അതായത് ഈ അക്ഷരാഭ്യാസമില്ലാത്ത സംഖ്യകളെന്ന് നമ്മൾ ചുമ്മാ പറയുന്നതല്ല. ഇപ്പൊ ഈ ജന്തർ മന്ദറിൽ സമരം നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഷീജ മുഹമ്മദ് എന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവൻ വിചാരിച്ചു മുഹമ്മദ് എന്നായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഈ പൊട്ടൻ ഇവർക്കൊരു മെസ്സേജ് ഇടുന്നത് കേട്ടോ. ബാക്കി കേട്ടോ. ആ പോസ്റ്റിന് താഴെയും ഞാൻ നെഗറ്റീവ് കമന്റ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛന് ബലിയിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പുള്ളിക്കൊരു 70 വയസ്സിനോടടുത്തുണ്ട്. അപ്പോൾ ഞാൻ പറയുവാണ്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഏത് ആപത്ത് ഘട്ടത്തിലും എന്നെ സഹായിച്ചതും എന്നെ ചേർത്ത് നിർത്തിയതും കഞ്ഞി വെക്കാതിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് അരിയും അതിൻ്റെ സാധനങ്ങളും കൊണ്ട് തന്ന് എന്നെ ചേർത്ത് പിടിച്ചത് എനിക്ക് ഒരു മുസ്ലിം കുടുംബമാണ്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ജാതിയോ മതമോ ഒന്നും എനിക്കില്ല. അതിൻ്റെ പേരിൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ജാതി മതം പിന്നെ എൻ്റെ ഏതവസ്ഥയിലും എന്നെ സഹായിച്ചതും ചേർത്ത് നിർത്തിയതും കുറച്ച് മുസ്ലിം കുടുംബങ്ങളാണ്. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ജനിച്ച് ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ കിടന്നിട്ടുള്ളതും വിവാഹത്തിൻ്റെ അന്ന് വരെ അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് വരെ ഞാൻ അന്തി ഉറങ്ങിയതും അവരുടെ മുസ്ലിങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ എന്നെ മുസ്ലിമായി തെറ്റിദ്ധരിച്ചതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മരണം വരെ. പൊന്ന് ഷീജ ചേച്ചി, യവന്മാരോടൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യമില്ല. കാരണം ഈ കുഞ്ഞുനാൾ തൊട്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കേട്ടിട്ട് ഈ തലയ്ക്കകത്തുള്ള തലച്ചോറില്ലേ, അതിന് പകരം ചാണകമാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഈ പൊട്ടന്മാരുടെ തലയിലോട്ടൊന്നും കയറത്തില്ല. ഇനി നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടാലാ. സുബഹി മുതൽ ചിരിക്കാൻ തുടങ്ങി, ചിരിച്ചിരിച്ചെൻ്റെ ഒതുവരെ മുറിഞ്ഞു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ, നമസ്കാരം. പിന്നെ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഷീജ ഏത് ജാതിയാണ് എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു മനുഷ്യജാതിയാണ്, എനിക്ക് ജാതി മതമൊന്നുമില്ല. അല്ല, ഷീജ എന്നുള്ളത് മുസ്ലിം പേര്, പിന്നെ ദൂരെയുള്ളവർക്ക് അറിയില്ലല്ലോ മുഹമ്മദ് എന്നൊരു സ്ഥലപ്പേരാണെന്ന്. അപ്പോൾ മുഹമ്മദ് എന്ന് കണ്ടത് കൊണ്ട് കഥ പിടുത്തം കിട്ടിയില്ലേ?
ഈ ആലപ്പുഴയുടെ ആണ് ഈ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ഈ മണ്ണഞ്ചേരിക്ക് അപ്പുറമാണ് ഈ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ സ്ത്രീ ഷീജ എന്നാണ് അവരുടെ പേര്. ആ പേരിന് ഇപ്പോൾ ഷീജ മുഹമ്മ എന്ന് കണ്ടു. മുഹമ്മ, ഷീജ മുഹമ്മ സ്ഥലപ്പേരാണത്. അപ്പോൾ ഈ സംഘി വിചാരിച്ചെന്താ അറിയാം, ഷീജ മുഹമ്മദ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ കമന്റ് ബോക്സിലും അല്ലാതെ സ്ഥിരം പോയി അങ്ങ് തെറി പറയും. ആ സ്ത്രീ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ ഉപദ്രവിച്ചിട്ടില്ല, ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മോശം പറഞ്ഞിട്ടില്ല. പക്ഷേ ഷീജ മുഹമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഘപരിമാറുകാരന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ, എനിക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുമോ എനിക്ക്? ഷീജ മുഹമ്മദ് എന്ന പേര് കണ്ടപ്പോഴേക്കും അവനിക്ക് അവരോട് വെറുപ്പായി പോയി. ആ സ്ത്രീ ഇന്ന് വരെ അവനെ ഉപദ്രവിച്ചിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയോട് അവനിക്ക് വിരോധം തോന്നുകയാണ്. എന്താ, ഷീജ മുഹമ്മദ് കണ്ടപ്പോൾ. ബാക്കി കേട്ടോ, ഞാൻ വിചാരിച്ചു ഷീജ ഒരു മുസ്ലിം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഷീജയുടെ എല്ലാ പോസ്റ്റിന് താഴെയും ഞാൻ നെഗറ്റീവ് കമന്റ് എഴുതിക്കൊണ്ടിരുന്നത്. അതൊക്കെ പിന്നെ നമ്മളൊന്നല്ലേ സഹോദരി, നമുക്കങ്ങനെ ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. അപ്പം സഹോദരി പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയുണ്ട്, ഞങ്ങളുടെയൊക്കെ സ്വന്തം. ആ ചേച്ചിയുടെ വാക്കുകൂടെ കേൾക്കാം ഈ അവസരത്തിൽ. ഓപ്പറേഷൻ നടത്താൻ ഭയങ്കര ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. അന്നൊന്നും ആരും സഹായിക്കാനില്ല, സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസ് ഒന്നും വരില്ല, ഞാൻ പറയും അതിൽ കൂടെ ഇസ്ലാത്തിന്റെ സഹായം ചെയ്തില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രി ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഞങ്ങളുടെ ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിരിക്കുന്ന പൈസ പോലും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് തന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റില്ലല്ലോ. ഈ സക്കരി ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ നഗരവീതിയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് സക്കരി ബസാർ. കൂടുതൽ മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ജീവിച്ചൊരു സഹോദരിയുടെ വാക്കാണ് ഈ കേട്ടത്. കമന്റ് ഇട്ട് വിദ്വേഷിക്കും ഇതുപോലെ അറിയാം. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ മറ്റ് നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിൽ തിങ്ങിപ്പാർക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വെക്കുന്ന അങ്ങോട്ട് കൊടുക്കും. രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതിലപ്പുറത്തേക്ക് അവിടെ പ്രായമുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ ചേച്ചി ചായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. അവർ ഇങ്ങോട്ട് ഭക്ഷണം തരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ആലപ്പുഴക്കാർ. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ, മലപ്പുറമൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ വന്നിട്ട് ഈ ജാതി മതമൊക്കെ പറഞ്ഞ് അവരെ ചീത്ത പിടിച്ച് വേർതിരിച്ച് കാണാൻ നേരത്ത് പറയുന്നവൻ്റെ കീച്ചാപ്പാക്ക് അവർ വിളിക്കും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. കാരണം ഞങ്ങളൊക്കെ ഒരുപോലെ ഇവിടെ ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്ന് പോകുന്ന ആളുകളവിടെ. എല്ലാവർക്കും അവരുടെ വിശ്വാസമുണ്ട്, പരസ്പരം ബഹുമാനിച്ച് പോകുന്നതാണ്, പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പോകുന്നതാണ്. അവരുടെയൊക്കെ മുമ്പിൽ ഈ ജാതി വർത്താനം പറഞ്ഞാൽ അവർ തള്ളക്ക് വിളിച്ചില്ലെങ്കിലുള്ള കാര്യം. നിങ്ങളിപ്പോൾ ഈ രണ്ടാമത് കണ്ട വീഡിയോയിൽ ആ സഹോദരിയില്ലേ, അതെൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സഹോദരി തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ അത്രയും ബന്ധമുള്ള ഒരു സഹോദരിയാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. സിംഗിൾ ബോബൻ എന്നാണ് പേര്. ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. കഠിനാധ്വാനത്തിലൂടെ പ്രയത്നത്തിലൂടെ ഇന്ന് എറണാകുളത്ത് നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. എപ്പോൾ നമ്മളെ കണ്ടാലും അത്രയും സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്ത് ഓടിയെത്തുന്ന ഒരു സഹോദരി. ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ ഒരു പേര് കണ്ടിട്ട് ആ പേര് മുസ്ലിം ആണ് എന്ന് കരുതി ആ സഹോദരികളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് പച്ച തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ നമ്മൾ സംഘി എന്നല്ലാതെ പിന്നെ എന്ത് പറയേണ്ടത്? സംഘികൾ നല്ലതില്ല എന്ന് പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. വരുന്നവനും പോകുന്നവരൊക്കെ ഇത് തന്നെയാണ്, മരപ്പൊട്ടന്മാരായിട്ടുള്ളവന്മാർ. ഈ സമൂഹത്തിൽ ഇത്രയധികം വിദ്വേഷം പടർത്തുന്ന ഇവന്മാരെ പോലുള്ളവരെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇത് കുറച്ച് കൂടി വന്നുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.